ഈ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പെർഫോമൻസ് ടെസ്റ്റ് ഓൺ റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് നിങ്ങൾ 4th സെമസ്റ്ററിൽ ഫ്ലൂയിഡ് മെഷീനിൽ പഠിച്ച് തുടങ്ങുന്നേ ഉണ്ടാവും. അതിൻ്റെ ബേസിക് വർക്കിംഗ് ഒന്നും ഇപ്പോൾ നിങ്ങൾ ഫെമിലർ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ സബ്ജക്റ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. എന്തായാലും ജനറലായിട്ട് പറയുകയാണെങ്കിൽ പമ്പ് 2 തരത്തിലാണുള്ളത്. റോട്ടോഡൈനാമിക് ഉണ്ട്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് ഉണ്ട്. അപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വരുന്നത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിൻ്റെ കാറ്റഗറിയിലാണ്. അതായത് ഒരു ഫിക്സഡ് വോളിയം ഒരു ഭാഗത്ത് നിന്ന് സക്ക് ചെയ്തെടുത്തിട്ട് ആ വോളിയം കംപ്ലീറ്റ് ആയിട്ട് ഡെലിവറി സൈഡിലൂടെ പുറത്തോട്ടേക്ക് വിടുകയാണ് ചെയ്യുന്നത്. കൺട്രോൾ വോളിയം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിനാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് എന്ന് പറയുന്നത്. നേരെ ഓട്ടോഡൈനാമിക് പമ്പ് ആണെങ്കിൽ അതിൻ്റെ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ, ഇപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കൊണ്ട് ആണ് ലോ പ്രഷർ ജനറേറ്റ് ചെയ്തിട്ടാണ് സെക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ഡിഫറൻസാണ് രണ്ടും തമ്മിലുള്ളത്. എനിവേ ഇത് അറ്റ്ലീസ്റ്റ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പാണ് എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുന്നത് അതിൻ്റെ വർക്കിങ്ങിലേക്ക് പറയുകയാണെങ്കിൽ ഒരു സിലിണ്ടർ, പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനീഷ്യലി ആ സിലിണ്ടറിൻ്റെ ഉള്ളിൽ വാക്വമാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ പിസ്റ്റൺ പിറകിലോട്ടേക്ക് മൂവ് ചെയ്യാം. നമ്മൾ മോട്ടർ വെച്ചിട്ട് പിസ്റ്റൺ പിറകിലോട്ടേക്ക് മൂവ് ചെയ്യിക്കുകയാണെന്ന് വിചാരിക്കാം. മോട്ടർ വെച്ചിട്ട് റൊട്ടേഷൻ കിട്ടും. ആ റൊട്ടേഷൻ വെച്ചിട്ട് ക്രാങ്കൊക്കെ കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പിസ്റ്റൺ പിറകിലോട്ടേക്ക് നീക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ വാക്വം ക്രിയേറ്റ് ആവും. ആ സിലിണ്ടറിൻ്റെ ഉള്ളിൽ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് വാക്വം ക്രിയേറ്റ് ആകുമ്പോൾ സമ്പുന്നില്ല വാട്ടർ അത് സക്ക് ചെയ്തെടുക്കും. ഓക്കെ, സക്ഷൻ നടക്കും. അതുപോലെ അവർ എൻ്റെ വരെ എത്തിക്കഴിഞ്ഞാൽ റിവേഴ്സ് ഡയറക്ഷനിൽ എന്ത് സംഭവിക്കും, പിസ്റ്റൺ ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൂവ് ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ സക്ക് ചെയ്ത് വന്നിരിക്കുന്ന വാട്ടർ, ആ സിലിണ്ടറിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന വാട്ടറിനെ പ്രഷറൈസ് ചെയ്യും, അത് കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്യുമ്പോൾ സ്വാഭാവിക സക്ഷൻ വാൽവ് ക്ലോസ് ആവും. കാരണം ഹൈ പ്രഷർ ആയതുകൊണ്ട് ഡെലിവറി വാൽവ് ആ സമയത്ത് ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്തിരിക്കുന്ന വെള്ളത്തിനെ പുഷ് ചെയ്ത് പുറത്തോട്ടേക്ക് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 2 തരത്തിലുള്ള റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ് ജനറലി ഉള്ളത്. ഒന്ന് ഡബിൾ ആക്ടിംഗ് ഉണ്ട്, സിംഗിൾ ആക്ടിംഗ് ഉണ്ട്. സിംഗിൾ ആക്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് വാട്ടർ കോൺടാക്ട് വരുന്നെങ്കിൽ അതിന് സിംഗിൾ ആക്ടിംഗ് എന്ന് പറയും. പിസ്റ്റൻ്റെ 2 സൈഡിലും വാട്ടർ ആക്റ്റീവ് കോൺടാക്ട് വരുന്നുണ്ടെങ്കിൽ അതിന് ഡബിൾ ആക്ടിംഗ് എന്ന് പറയും. അപ്പോൾ സിംഗിൾ ആക്ടിംഗ് നടക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിസ്റ്റൺ ഒരു ഭാഗത്തോട്ടേക്ക്, സിലിണ്ടറിനുള്ള ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ സക്ഷൻ നടക്കും, തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൂവ് ചെയ്യുമ്പോൾ ഡെലിവറി നടക്കും. അപ്പോൾ സക്ഷൻ ഡെലിവറി. അപ്പോൾ നേരെ മറിച്ച് ഡബിൾ ആക്ടിംഗ് ആണെങ്കിൽ പിസ്റ്റൺ ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ സെക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ഓൾറെഡി വാട്ടർ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ പിസ്റ്റൺ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ ഭാഗത്തുള്ള വാട്ടറിന് ഡിസ്ചാർജ് ചെയ്യും. നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള സെക്ഷൻ വഴി വന്നിരിക്കുന്ന വാട്ടറിന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യും, സെക്ഷൻ നടക്കും. അപ്പോൾ ഒരു ഭാഗത്ത് സെക്ഷൻ നടക്കും, മറ്റേ ഭാഗത്തോട് ഡിസ്ചാർജ് നടക്കും. നെക്സ്റ്റ് ഹാഫ് റെവല്യൂഷനിൽ ഇത് നേരെ റിവേഴ്സ് ആവും. അതിനാണ് ഡബിൾ ആക്ടിംഗ്. എന്തായാലും നിങ്ങൾ തിയറി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ക്ലിയർ ആവും. നമുക്ക് ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്രത്തോളം എഫക്റ്റീവ് ആകുമെന്ന് അറിയാം. അപ്പോൾ ഇത് ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ഒരു വർക്കിംഗ് മോഡലാണ്, ഡബിൾ ആക്ടിംഗ് ആണ്. ഇതിൽ പിന്നെയും കുറച്ചുകൂടെ നിങ്ങൾക്ക് തിയറി മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് റൊട്ടേറ്റിംഗ് പാർട്ടായിട്ടുള്ളത് റെസിപ്രോക്കേറ്റിംഗ്. നോർമലി പമ്പിലാണെങ്കിൽ നമ്മുടെ മോട്ടറാണ് ഈ റൊട്ടേറ്റിംഗ് പാർട്ടായിട്ട്, മോട്ടറിൻ്റെ ഷാഫ്റ്റാണ് ഈ റൊട്ടേറ്റിംഗ് പാർട്ടായിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കറണ്ട് ഓൺ ആയി കഴിഞ്ഞാൽ മോട്ടർ കറങ്ങും, മോട്ടറിൻ്റെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ റൊട്ടേഷൻ നമ്മൾ നേരെ ഏതിലേക്ക് കൊടുക്കും, ഇതാണ് ഇതിൻ്റെ പിസ്റ്റൺ എന്ന് പറയുന്നത്. റെസിപ്രോക്കേറ്റിംഗിൻ്റെ പിസ്റ്റൺ ആണ് ഈ കാണുന്നത്. ഈ ഹോളോ പോലെ വരുന്ന ഈ പോർഷനാണ് സിലിണ്ടർ എന്ന് പറയുന്നത്. സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻ്റ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ റോട്ടറി മോഷൻ, മോട്ടറിൻ്റെ റോട്ടറി മോഷന് ക്രാങ്കും കണക്റ്റിംഗ് റോഡ് എന്നാണ് പറയുന്നത്. ഇത് കണക്റ്റിംഗ് റോഡ് എന്ന് പറയും. ഇവിടുന്ന് ഇടത്തേക്ക് ഈ ലെങ്ത്തുള്ള റോഡിനെ കണക്റ്റിംഗ് റോഡ് എന്ന് പറയും. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഭാഗത്തിന് ക്രാങ്ക് എന്ന് പറയും. അപ്പോൾ ക്രാങ്കും കണക്റ്റിംഗ് റോഡും വെച്ചിട്ട് റോട്ടറി മോഷൻ നമ്മൾ ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുക, ടു ആൻഡ് ഫ്രോ മോഷൻ ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുക. ഇപ്പോൾ ഞാനിത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇപ്പോൾ പിസ്റ്റൺ ഇപ്പം റൈറ്റ് എൻഡിലാണ് ഇപ്പോൾ പിസ്റ്റൺ ഉള്ളത്. ഇനി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പിസ്റ്റൺ പിറകിലോട്ടേക്ക് മൂവ് ചെയ്യുന്ന കാണാൻ പറ്റും. ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ അത് ലീനിയർ മോഷനായിട്ട് നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ പിസ്റ്റൺ ഇങ്ങോട്ട് പിറകിലോട്ടേക്ക് നീങ്ങി വരുന്നതോറും ഈ സിലിണ്ടറിൻ്റെ ഈ ഭാഗത്ത് ഇപ്പോൾ ഒന്നുമില്ല, വാക്വം ക്രിയേറ്റഡ് ആകും. അപ്പോൾ വാക്വം ക്രിയേറ്റഡ് ആകുമ്പം ഈ ഭാഗത്ത് എന്തുണ്ട്, ഒരു സക്ഷൻ വാൽവ് ഉണ്ട്. അപ്പോൾ വാക്വം ഇവിടെ ക്രിയേറ്റ് ആകുമ്പോൾ ഇതിനുള്ളിൽ ലോ പ്രഷർ ആയതുകൊണ്ട് ഈ വാൽവ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആകും. കാരണം വെച്ചാൽ ഇവിടുന്ന് ഇതിൻ്റെ താഴോട്ടേക്ക് ഒരു സക്ഷൻ പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് സമ്പിലേക്ക് അല്ലെങ്കിൽ കിണറിലേക്ക്. അപ്പോൾ അവിടുന്ന് ആ വെള്ളത്തിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന പ്രഷർ ലോ പ്രഷർ വാക്വം പ്രഷറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഫ്ലോ ഇവിടുന്ന് എങ്ങോട്ടൊക്കെ ഉണ്ടാവും, ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സക്ഷൻ പൈപ്പിലൂടെ വെള്ളം കയറിയിട്ട് എന്ത് ചെയ്യും, ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് നിറഞ്ഞോളും. അതാണ് സക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫ് റെവല്യൂഷനിൽ നടക്കുന്നത്. ഇത് ഹാഫ് റെവല്യൂഷൻ നടക്കുമ്പോൾ സക്ഷൻ ഈ സൈഡിൽ സക്ഷൻ നടക്കും. അപ്പോൾ വാട്ടർ ഇതിനുള്ളിൽ നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനി വീണ്ടും അടുത്ത ഹാഫ് റെവല്യൂഷൻ എന്താ സംഭവിക്കുക, ഇതിനുള്ളിൽ വെള്ളം നിറഞ്ഞു, ഇനി പിസ്റ്റൺ ഇങ്ങനെ അങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ ഓൾറെഡി വാട്ടർ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് അങ്ങോട്ടേക്ക് മൂവുമ്പോൾ ആ വാട്ടറിനെ എന്ത് ചെയ്യും, പ്രഷറൈസ് ചെയ്യും. പ്രഷറൈസ് ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷറെക്കാട്ടും കൂടുതൽ പ്രഷറാണ് പ്രഷറൈസ് ചെയ്യുമ്പോൾ വരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സക്ഷൻ വാൽവ് ക്ലോസ് ആവും. പകരം ഇവിടെ ഡെലിവറി വാൽവ് ഉണ്ട്. ഇവിടെ കാണാൻ പറ്റും, ഇത് വർക്കിംഗ് ഒന്നുമല്ല. ഈ ഡെലിവറി വാൽവ് ഓപ്പൺ ആയിട്ട് ഇതിൻ്റെ ഉള്ളിലെ വെള്ളത്തിന് നേരെ ഇതുവഴി പുറത്തോട്ട് തള്ളി ഔട്ട്ലെറ്റ് പൈപ്പിലേക്ക് കൊണ്ടുപോകാണ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഒരു എയർ വെസലാണ്. എയർ വെസലിൻ്റെ ഫംഗ്ഷൻ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, അതിപ്പോൾ ആവശ്യമില്ല.
അപ്പോൾ നിങ്ങൾ സിംഗിൾ ആക്ടിംഗ് എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു ഭാഗത്തൂടെ സെക്ഷൻ നടക്കും, ഈ ഒരു ഭാഗത്തൂടെ മാത്രം ഡെലിവറി നടക്കും. നേരെ വെച്ച് ഡബിൾ ആക്ടിംഗ് ആകുമ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പം ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ ഭാഗത്ത് ഉണ്ടായിരുന്ന വെള്ളം ഈ ഡെലിവറി വാൽവ് വഴി പുറത്തോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ നോക്കിയട്ടെ, സിലിണ്ടറിൻ്റെ ഈ ഭാഗത്ത് എന്താ സംഭവിക്കുന്നത്, ഇവിടെ വാക്യൂം ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ വേറൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുന്ന് ഡിസ്ചാർജ് നടക്കുമ്പോൾ ഈ സൈഡിലൂടെ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെ നടക്കും സെക്ഷൻ നടക്കും. അപ്പോൾ ഇവിടെ ഡെലിവറി, ഇവിടെ സെക്ഷൻ. അത് നേരെ തിരിച്ച് അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സംഭവിക്കും, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ഭാഗത്തേക്ക് സെക്ഷൻ നടക്കും, ഈ ഭാഗത്തേക്ക് ഡെലിവറി നടക്കും. അപ്പോൾ അറ്റ് എ ടൈം ഒരു സൈഡിൽ സെക്ഷൻ നടക്കും, മറ്റേ ഭാഗത്തോട്ട് ഡെലിവറി. അപ്പോൾ കണ്ടിന്യൂസ് ഫ്ലോ നമുക്ക് ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ കിട്ടും. സിംഗിൾ ആക്ടിംഗ് ആണെങ്കിൽ ഇൻ്റർമിറ്റൻറ്റ് ഫ്ലോ ആയിരിക്കും, അതായത് സെക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഡെലിവറി ഉണ്ടാവില്ല. ഹാഫ് ദ റവല്യൂഷൻ സെക്ഷൻ നടക്കും, അടുത്ത ഹാഫിൽ ഡെലിവറി. അപ്പോൾ ഇങ്ങനെ പൾസേറ്റിംഗ് ഫ്ലോ പോലെ കുറച്ച് നേരം ഡെലിവറി ഉണ്ടാവും, പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഒരു ബേസിക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എക്സ്പെരിമെൻ്റൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കാണുന്നതിൻ്റെ പെർഫോമൻസ് അനാലിസിസ് ആണ് ചെയ്യുന്നത്. പെർഫോമൻസ് ആണ് നിങ്ങൾക്കറിയാം, ഒരു പമ്പിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ അതിൻ്റെ എഫിഷ്യൻസിയാണ്. എഫിഷ്യൻസി ഏത് മെഷീൻ ആണെങ്കിലും അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഇൻപുട്ടാണ്, കാരണം മോട്ടോർ വെച്ചിട്ടാണ് പമ്പിനെ റൺ ചെയ്യിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ ഇൻപുട്ടാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അത് നമുക്കിവിടെ കാണാൻ പറ്റും, ഇലക്ട്രിക് കറണ്ട് വെച്ചിട്ട്. അപ്പോൾ എത്ര എനർജി ഇൻപുട്ടായിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ആദ്യം അറിയണം, ഇൻപുട്ട് പവർ അറിയണം. അപ്പോൾ ആ എനർജി എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ എനർജി മീറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ മീറ്ററിൻ്റെ ഒരു ഡിസ്ക് ഉണ്ടാവും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഡിസ്ക് നിങ്ങൾ വീട്ടിലെ മീറ്ററിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ റവല്യൂഷൻ നിങ്ങൾക്ക് തീരുമാനിക്കും. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 5 റവല്യൂഷൻ ആണെങ്കിൽ അത് ഫിക്സ് ചെയ്യാം. അപ്പോൾ 5 റവല്യൂഷന് വേണ്ടി വന്ന ടൈമാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 5 റവല്യൂഷൻ കൊണ്ട് ടൈം നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര എനർജി ഈ പമ്പ് അത്രയും ടൈം വർക്ക് ചെയ്യാൻ കൺസ്യൂം ആയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് പവർ ഈക്വൽ ടു N/T. എന്ന് പറയുന്നത് എത്ര റവല്യൂഷനാണ്, അത് നിങ്ങൾ ഫിക്സ് ചെയ്യുന്നതാണ്. 5 അതിനടുത്ത ടൈമാണ് T ഇൻറ്റു 1/K. 1/K എന്ന് പറഞ്ഞാൽ എനർജി മീറ്റർ കോൺസ്റ്റൻ്റ് ആണ്. അത് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും, നിങ്ങൾക്ക് എവിടെയോ റീഡിംഗ് ഉണ്ട്. ഇവിടെ 300 റവല്യൂഷൻ പെർ kWh എന്ന് കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ എനർജി മീറ്റർ കോൺസ്റ്റൻറ്റ് K എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് നിങ്ങൾ നോക്കുക, റവല്യൂഷൻ പെർ kWh ആണ്. അപ്പോൾ അതിന് നമുക്ക് ഇൻപുട്ട് പവർ വാട്ടിൽ കിട്ടണമെങ്കിൽ ഇതൊക്കെ എന്താക്കണം, വാട്ടിലേക്ക് ആക്കണം. അപ്പോൾ കിലോവാട്ടിനെ വാട്ടിലേക്ക് ആക്കണമെങ്കിൽ തന്നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ ഒന്നും കൂടെ വേണം, അവറിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ അവറിനെ സെക്കൻഡിലേക്കൊക്കെ 3600 കൂടെ വരും. അപ്പോൾ ടോട്ടൽ വരുമ്പോൾ ആ കൺവേർഷൻ അടക്കം വരും. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ N/T 1/K എന്നേ ഉള്ളൂ. അപ്പോൾ കൺവേർഷൻ അടക്കം വരണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 3600 × 10⁻³ വരും. അത്രയും വാട്ട്സാണ് ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ N ടൈംസ് റവല്യൂഷൻ വേണ്ട ടൈം നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് എത്ര എനർജി ഇൻപുട്ടായിട്ട് കൊടുത്തു എന്നുള്ള ഡയറക്റ്റ് കാൽക്കുലേഷൻ അവൈലബിൾ ആയി. അപ്പോൾ ഇൻപുട്ട് പവർ കിട്ടി. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഔട്ട്പുട്ട് പവറാണ്. ഒരു പമ്പിനെ സംബന്ധിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, വാട്ടർ ഇത്ര ഹൈറ്റിലേക്ക് പമ്പ് ചെയ്യുക, ഡിസ്ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഔട്ട്പുട്ട് പവറിൻ്റെ ഇക്വേഷൻ ജനറൽ ഇക്വേഷൻ, പമ്പിൻ്റെ ഒക്കെ ഔട്ട്പുട്ട് പവറിൻ്റെ ജനറൽ ഇക്വേഷൻ ρg/QH എന്നാണ് ജനറൽ ഇക്വേഷൻ. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി, ഏത് ഫ്ലൂയിഡാണ് പമ്പ് ചെയ്യുന്നത് അതിൻ്റെ ഡെൻസിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ വാട്ടർ ആണെങ്കിൽ വാട്ടറിൻ്റെ ഡെൻസിറ്റി 1000 ആണ്. G എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. Q എന്ന് പറയുന്നത് എത്ര വാട്ടർ ഡിസ്ചാർജ് ആവുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്തത് ഒരു കളക്റ്റിംഗ് ടാങ്ക്, കാരണം പമ്പിൽ വഴി വരുന്ന വാട്ടർ പമ്പ് ചെയ്തതിന് ശേഷം ഔട്ട്ലെറ്റിൽ നിന്ന് നേരെ വന്നിട്ട് ഈ കളക്റ്റിംഗ് ടാങ്കിലാണ് കളക്ട് ആകുന്നത്. അപ്പോൾ നമ്മൾ 10 സെൻറ്റിമീറ്റർ റൈസിന് വേണ്ട ടൈം നോട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ അതേ ഇക്വേഷൻ AX/T സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നിങ്ങൾക്ക് ഡിസ്ചാർജ് എത്രയാണെന്ന് കിട്ടും. അറ്റ് എ ടൈമിൽ പമ്പ് ഡിസ്ചാർജ് ആകുന്ന വെള്ളമാണ് ഈ കളക്റ്റിംഗ് ടാങ്കിൽ വന്ന് പറയുന്നത്. അത് നമുക്ക് ഡിസ്ചാർജ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ρI, GI, QI. ഇനി നമുക്ക് അറിയേണ്ടത് ആകെ H മാത്രമാണ്. H എന്ന് പറയുന്നത് ടോട്ടൽ ഹെഡ് അഗെയിൻസ്റ്റ് വിച്ച് പമ്പ് ഈസ് വർക്കിംഗ്. പമ്പ് വർക്ക് ചെയ്യുന്ന ടോട്ടൽ ഹെഡാണ്. അതിൽ 2 പാർട്ട് വരുന്നുണ്ട്. ഒന്ന് ഒരു സൈഡിൽ നിന്ന് നടക്കുന്നുണ്ട്, സക്ഷൻ നടക്കുന്നുണ്ട്, വേറെ സൈഡിൽ നിന്ന് ഡെലിവറി നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് സക്ഷൻ ഹെഡും വരും, ഡെലിവറി ഹെഡും വരും. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത് രണ്ടും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഷർ ഗേജസ് കണക്ട് ചെയ്യും, വാക്യൂം ഗേജും പ്രഷർ ഗേജും കണക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ രണ്ടും കണക്ട് ചെയ്യുന്നത് സെയിം ലെവലിലല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ലെവൽ ഡിഫറൻസ് എന്നിട്ട് X എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ആ ലെവൽ ഡിഫറൻസ് 60 mm ആണ്, 0.06 മീറ്റർ ആണ് വരിക. അപ്പോൾ ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് സക്ഷൻ ഹെഡ് പ്ലസ് ഡെലിവറി ഹെഡ് പ്ലസ് X ആണ്. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലി സക്ഷൻ ഹെഡും ഡെലിവറി ഹെഡും കിട്ടിയിട്ട് അതിൻ്റെ ആഡ് ചെയ്ത് അതിനോട് എക്സും കൂടി ആഡ് ചെയ്ത് ടോട്ടൽ ഹെഡ്. അപ്പോൾ സക്ഷൻ ഹെഡ് എങ്ങനെയാണെന്ന് പറയണം, ഡെലിവറി ഹെഡ് എങ്ങനെയാണെന്ന് പറയണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. സെക്ഷൻ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സക്ഷൻ പൈപ്പ് എന്ന് പറയുന്നത്. കാരണം സമ്പുന്നില്ല വെള്ളം സക്ക് ചെയ്തെടുക്കുന്ന ഈ പൈപ്പ് വഴിയാണ് എന്നിട്ട് ഇവിടത്തേക്കാണ് വരിക. അപ്പോൾ ഞാൻ പറഞ്ഞു സക്ഷൻ സൈഡിൽ എപ്പോഴും പ്രഷർ എന്തായിരിക്കും, ലോ പ്രഷർ ആയിരിക്കും, വാക്യൂം പ്രഷർ ആയിരിക്കും അല്ലേ. അറ്റ്മോസ്ഫിയറിൽ താഴെയുള്ള പ്രഷറിലാണ് സക്ഷൻ നടക്കുന്നത്. അപ്പോൾ ലോ പ്രഷർ ആയതുകൊണ്ട് നമുക്ക് ആ പ്രഷർ നമുക്ക് റീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗേജ് എന്ന് പറയുന്നത് വാക്യൂം ഗേജ് യൂസ് ചെയ്യണം. കാരണം വാക്യൂം പ്രഷർ മെഷർ ചെയ്യുന്ന ഗേജാണ് വാക്യൂം ഗേജ്. ഓക്കെ, അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ നോർമൽ പ്രഷർ ഗേജ് മെഷർ ചെയ്യുന്നത് എന്താണ്, അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ മുകളിലുള്ള പ്രഷറാണ്. അപ്പോൾ വാക്യൂം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വാക്യൂം പ്രഷറാണ് സെക്ഷൻ സൈഡിൽ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഒരു വാക്യൂം ഗേജ് ഇവിടെ കണക്ട് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റീഡിങ്ങും ഡയലക്റ്റും നോക്കുക. അതിൽ 2 റീഡിംഗ് ആണ്. ഔട്ടറിലൊരു ഇന്നറിൽ 0, 5, 10 എന്നൊക്കെ കാണാം, ഔട്ടറിൽ 0, 100, 200 എന്നൊക്കെ കാണാൻ പറ്റും. അതിൽ ഒന്ന് mm/Hg, millimeter/Hg-ലുള്ളതാണ് റീഡിങ്, രണ്ടായാലും റീഡിംഗ് ഉള്ളത്. അപ്പോൾ ഈ നമ്മൾ
നമ്മൾ ഈ ഔട്ടറിൽ കാണുന്ന 0, 100, 200 ആ റീഡിംഗ് ആണ് നമ്മൾ എടുക്കുക. കാരണം 760 mm of Hg എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ പ്രഷർ എന്തായിരിക്കും 760 mm of Hന് താഴെയുള്ള പ്രഷറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പ്രഷർ മെൻഷൻ ചെയ്യാൻ നമ്മൾ സാധാരണ നോർമലി പ്രഷർ പാസ്കലിലൊക്കെ പറയാറുണ്ട്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ പറയും അല്ലേ, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ബാറിൽ പറയും. അപ്പോൾ അതെല്ലാം അറ്റ്മോസ്ഫിയറിന് മുകളിലുള്ള പ്രഷറാണ്. നമ്മൾ വാക്വത്തിൽ പറയാം എപ്പോഴും നമ്മൾ mm of Hgയിലാണ് പ്രഷർ നോർമലി മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇപ്പം ഈ 600 അടിക്കാൻ റീഡിങ് നിൽക്കുന്നത് 600 mm of Hg എന്നാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, Hg എന്ന് പറയുന്നത് എന്താ, മെർക്കുറിയാണ്. അതിനെ നമ്മൾ നേരത്തെയൊക്കെ ചെയ്ത പോലെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഹെഡ് ഇൻ ടേംസ് ഓഫ് വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ കൺവേർഷൻ നമുക്കിവിടെ വാക്യൂം ഗേജിൻ്റെ റീഡിംഗ് V എന്ന് പറഞ്ഞ റീഡിംഗ് ആയിട്ട് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു 600 mm of Hg ആണ് വാക്യൂം ഗേജ് റീഡിംഗ് V എന്ന് വിചാരിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ mm of Hg നമ്മൾ മീറ്റർ ഓഫ് Hgയിലേക്ക് ആദ്യം കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ നമുക്കറിയാം പ്രഷർ സെയിം ആണ്, പ്രഷർ വെച്ചിട്ടാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. പ്രഷർ ഈക്വൽ എന്താ, ρgh ആണ് പ്രഷറിൻ്റെ ജനറൽ ഇക്വേഷൻ. അപ്പോൾ റോ ഓഫ് വാട്ടർ ഇൻറ്റു G ഇൻറ്റു H ഓഫ് വാട്ടർ. ആ H ഓഫ് വാട്ടർ ആണ് സെക്ഷൻ സൈഡിലെ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ H ഓഫ് വാട്ടർ അതിന് നമുക്ക് HS എന്ന് എഴുതാം. HS ഈക്വൽ ടു എന്ത് വരണം, വാക്യൂം ഗേജിൻ്റെ സൈഡിലുള്ള റീഡിങ് അതെന്താണ്, മീറ്റർ ഓഫ്, അത് ആ സൈഡിലുള്ള Hgയിലുള്ള മെർക്കുറിൻ്റെ ടേമിലെ ഹെഡാണ്. അപ്പോൾ ഹെഡ് ഇൻറ്റു H ഇൻറ്റു G ഇൻറ്റു എന്ത് കൂടെ വരണം, റോ ഓഫ് Hgയും കൂടെ വരണം. അപ്പോൾ അതാണ് ജനറൽ ഇക്വേഷൻ. അതിൽ Gയും Gയും രണ്ട് സൈഡ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ബാക്കി ഉണ്ടാവും എന്താണ്, നമുക്ക് HS ആണെങ്കിൽ HS ഈക്വൽ V ഇൻറ്റു 10⁻³ ഇൻറ്റു റോ ഓഫ് Hg ബൈ റോ ഓഫ് വാട്ടർ. അപ്പോൾ ഇത്രയാണ് വരിക. റോ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 1000 ആണ്, റോ ഓഫ് Hg എന്ന് പറഞ്ഞാൽ 13,600 ആണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന വാല്യൂ ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ 1000 അവിടെ വന്നു കഴിഞ്ഞാൽ മുകളിലൊരു 10⁻³ ഉണ്ട്, താഴെ 10⁻³ ഉണ്ട്. അപ്പോൾ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, HS-ൻ്റെ വാല്യൂ ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ V എന്ന് പറയുന്ന റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, HS കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഓരോ സെറ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ HS-ൻ്റെ റീഡിംഗ് നിങ്ങൾ നോട്ട് ചെയ്യണം എക്സ്പെരിമെൻറ്റ് സൈഡിൽ. അതിന് അടുത്ത് വരുന്ന ഡെലിവറി സൈഡിലുള്ള ഹെഡ് കാണും HD. അതാണ് HD എന്ന് പറയുന്നത്. ഡെലിവറി സൈഡിൽ നമുക്ക് ഡയറക്റ്റ് പ്രഷർ ഗേജാണ് ഉള്ളത്. ഇതാണ് പ്രഷർ ഗേജ്. അപ്പോൾ പ്രഷർ ഗേജ് എന്ന് പറയുന്നത് ഡയറക്റ്റ് അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ മുകളിലുള്ളതാണ് മെഷർ ചെയ്യുക. അവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും kg/cm² ആണ് ഔട്ടർ സ്കെയിലുള്ളത്, ഇന്നർ സ്കെയിലിൽ pound/inch² ആണ്. അപ്പോൾ നമ്മൾ ഔട്ടറിലുള്ള റീഡിംഗ് ആണ് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ സെറ്റ് റീഡിങ്ങിലും നമ്മൾ ഇത്ര പ്രഷറിൽ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ട്, അതൊക്കെ എക്സ്പെരിമെൻറ്റ് പാർട്ടിൽ പറഞ്ഞുതരാം. അപ്പോൾ ആ പ്രഷർ ഗേജിൽ എടുക്കുന്ന റീഡിംഗ് അത്രയും kg/cm² ആണ്. നമുക്കറിയാം P = ρgh ആണ്. ഈ പ്രഷറിനെ നമ്മൾ ആദ്യം എന്താക്കുക, സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് SI യൂണിറ്റിലേക്ക് ആക്കുക. അത് kg/cm² ആണ്, അത് Nm/m² ആക്കണം. അപ്പോൾ കിലോഗ്രാമിന് എന്ത് ചെയ്യുക, 9.81, അത് G കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പോൾ എന്താ Newton ആയി. cm² m² ആക്കാൻ എന്താ വേണ്ടത്, 10⁻⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആ 10⁻⁴ മുകളിൽ പോകുമ്പോൾ ടോട്ടൽ എന്ത് വരണം, ഈ കിട്ടിയ P എന്ന് പറയുന്ന റീഡിംഗ് ഇൻറ്റു 10⁻⁴ ഇൻറ്റു G വരും. അപ്പോൾ അത്രയാണ് പ്രഷർ ഗേജിനെ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ വരും. അത് ഈക്വൽ ടു എന്താണ്, റോ ഓഫ് വാട്ടറിലേക്കാണ് വേണ്ടത്. അപ്പോൾ റോ ഓഫ് വാട്ടർ ഇൻറ്റു G ഇൻറ്റു H ഓഫ് വാട്ടർ ആണ്. അതിൽ H ഓഫ് വാട്ടർ എന്ന് പറയുന്നത് HD ആണ്. HD ഈക്വൽ ടു എന്ത് വരും, ബാക്കി റോയും Gയും ഇപ്പുറ സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്ത് വരും, HD ഈക്വൽ ടു P ഇൻറ്റു 10⁻⁴ ഇൻറ്റു G ഡിവൈഡ് ബൈ റോ ഓഫ് വാട്ടർ ഇൻറ്റു G വരും. Gയും ക്യാൻസൽ. അപ്പോൾ P ഇൻറ്റു 10⁻⁴ ഡിവൈഡ് ബൈ റോ ഓഫ് വാട്ടർ എന്ന് ഫൈനലി വരും. ഓക്കെ, അപ്പോൾ ആ റോ ഓഫ് വാട്ടർ 1000 ആയതുകൊണ്ട് തന്നെ 10⁻⁴ 1000 പോയി കഴിഞ്ഞാൽ ബാക്കി P ഇൻറ്റു 10 എടുത്തു കഴിഞ്ഞാൽ സിംപ്ലി നിങ്ങൾ ഈ കിട്ടുന്ന റീഡിങ്ങിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ പറ്റും, ഡയറക്റ്റ് HD കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇത് വരുന്നത്. പക്ഷേ ഇക്വേഷൻസ് എങ്ങനെയാണ് വന്നതിലെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് HD കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ റീഡിംഗ് കിട്ടിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് HD എടുക്കാം. ഈ റീഡിംഗ് വാക്യൂം ഗേജ് റീഡിംഗ് നമുക്ക് HS കിട്ടി. പിന്നെ ലെവൽ ഡിഫറൻസ് നിങ്ങൾ നോക്കുക. ഇവിടെ വാക്യൂം ഗേജ് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ലെവലിലാണ്. അതുപോലെ തന്നെ ഇവിടെ വരികയാണെങ്കിൽ പ്രഷർ ഗേജ് കണക്ട് ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടെ ഹയർ ലെവലാണ്. ഈ ലെവൽ ഡിഫറൻസ് ആണ് X ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. 6 cm വരും, അല്ലെങ്കിൽ 60 mm, അല്ലെങ്കിൽ 0.06 മീറ്റർ. അപ്പോൾ ടോട്ടൽ ഹെഡ് നമുക്ക് കിട്ടി. അത് വെച്ച് നമുക്ക് എന്താണ്, ρgQH ഔട്ട്പുട്ട് പവർ കിട്ടി. അപ്പോൾ ഇൻപുട്ട് പവർ നേരത്തെ നമ്മൾ കണ്ടു, ഔട്ട്പുട്ട് പവർ കണ്ടു. രണ്ടും കൂടെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എന്താ, എഫിഷ്യൻസി. അപ്പോൾ എഫിഷ്യൻസി ഈക്വൽ എന്താണ്, ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ. ഓർക്കുക എപ്പോഴും എഫിഷ്യൻസി 1ൽ താഴെ വരും. 100 ഒരിക്കലും വരില്ലല്ലോ, 100ൽ താഴെയാണ് വരിക. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊരു ടേം കൂടെ ഡിഫൈൻ ചെയ്യാനുണ്ട്. സ്ലിപ്പ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. റെസിപ്രോക്കേറ്റിംഗ് പമ്പിനും പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിന് പറയുന്ന ടേമാണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. സ്ലിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ ഡിസ്ചാർജും തിയററ്റിക്കൽ ഡിസ്ചാർജും തമ്മിൽ ഡിഫറൻസ് ആണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. അത് പേഴ്സൻറ്റേജിലും പറയാറുണ്ട്. പേഴ്സൻറ്റേജിൽ പറയുകയാണെങ്കിൽ ആക്ച്വൽ ഡിസ്ചാർജ് മൈനസ് തിയററ്റിക്കൽ ഡിസ്ചാർജ് മൈനസ് ആക്ച്വൽ ഡിസ്ചാർജ് ഡിവൈഡ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജ് ഇൻറ്റു 100. അതാണ് പേഴ്സൻറ്റേജ് സ്ലിപ്പ് എന്ന് പറയുന്നത്. ശരിക്കും സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ ഡിസ്ചാർജ് മൈനസ് ആക്ച്വൽ ഡിസ്ചാർജ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എപ്പോഴും നോർമൽ കേസിലൊക്കെ എന്താ സംഭവിക്കുക, തിയററ്റിക്കൽ ഡിസ്ചാർജ് ആണ് എപ്പോഴും കൂടുതൽ ഉണ്ടാവുക. കാരണം ആക്ച്വലി ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ കുറവായിരിക്കും. അപ്പോൾ സ്ലിപ്പ് നോർമലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എപ്പോഴും പോസിറ്റീവായിട്ടായിരിക്കും, പോസിറ്റീവ് വാല്യൂ വരണതാണ്. കാരണം തിയററ്റിക്കൽ മൈനസ് ആക്ച്വൽ ആണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പോസിറ്റീവ് വാല്യൂ വരണമല്ലോ. പക്ഷേ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ചില റെയർ സിറ്റുവേഷൻസിൽ, അതായത് ആ സിറ്റുവേഷൻ എന്താണെന്ന് ഞാൻ പറയാം, ഒന്ന് ഓർത്ത് നോക്കണം. കാരണം വൈവൊക്കെ ചോദിക്കാറുണ്ട്. അതായത് സക്ഷൻ ഹെഡ് വളരെ ചെറുതാണെന്ന് വിചാരിക്കുക, ഡെലിവറി ഹെഡ് വളരെ ഹൈ ആണെന്ന് വിചാരിക്കുക, അതുപോലെ തന്നെ പമ്പ് റൺ ചെയ്യുന്നത് വളരെ ഹൈ സ്പീഡിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻസിൽ സ്വാഭാവികമായിട്ട് നമ്മൾ
എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ സക്ഷൻ ഹെഡ് വളരെ ചെറുതാണ്, ആ ലെങ്ത് വളരെ കുറവായതുകൊണ്ട് സക്ക് ചെയ്തെടുക്കുന്ന വാട്ടർ ശരിക്കും ഈ സിലിണ്ടറിൽ വന്ന് സ്റ്റോർ ആകുന്നതിന് പകരം ആ വലിച്ചെടുത്ത പ്രഷർ കൊണ്ടൊന്നും സംഭവിക്കും, ഡെലിവറി വാൽവും കൂടെ ഓപ്പൺ ആയിട്ട് കുറേ ഭാഗം ഡെലിവറി പൈപ്പിലും കൂടെ പോയിട്ട് സ്റ്റോറായി നിൽക്കും. അപ്പോൾ ബാക്കി വരുന്ന സിലിണ്ടറിൽ നിറയുകയും ചെയ്യും. അപ്പോൾ ഡെലിവറി നടക്കുമ്പോൾ നമ്മൾ എടുക്കുന്നത് ആക്ച്വലി അറ്റ് എ ടൈം ഡെലിവറി നടക്കുമ്പോൾ സിലിണ്ടറിൻ്റെ ഉള്ളിലെ വെള്ളം എത്രയാണോ ആ വോളിയാണ് ഡെലിവറി ആയിട്ട് നമ്മൾ തിയററ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷേ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, പൈപ്പിലും കൂടെ സ്റ്റോറായ വെള്ളവും കൂടെ ഡെലിവറി സൈഡിലേക്ക് പോകും. അപ്പോൾ കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനായിട്ട് കൂടുതൽ ആക്ച്വൽ ഡിസ്ചാർജ് വരും. അപ്പോൾ അത്തരം കേസിൽ സ്ലിപ്പ് എന്താവും, നെഗറ്റീവ് ആവും. ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് നെഗറ്റീവ് സ്ലിപ്പ്. അപ്പോൾ ഓരോ കേസിലെ സ്ലിപ്പും കൂടെ പെർസെൻറ്റേജിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പെർസെൻറ്റേജ് സ്ലിപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ തിയററ്റിക്കൽ ഡിസ്ചാർജ് മൈനസ് ആക്ച്വൽ ഡിസ്ചാർജ് ഡിവൈഡ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ അത്രയും. അപ്പോൾ ആക്ച്വൽ ഡിസ്ചാർജ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ കളക്ടിംഗ് ടാങ്ക് ഉണ്ട്, അത് വെച്ചിട്ട് കഴിയും. അപ്പോൾ തിയററ്റിക്കൽ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യണം, അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ആയതുകൊണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ 2 × ALN/60 ആണ് ഇക്വേഷൻ വരുന്നത്. ഇപ്പോൾ 2 × A എന്ന് പറഞ്ഞ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി സിലിണ്ടറാണ്, നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ സിലിണ്ടറാണ്. അപ്പോൾ ഏരിയ അത് ഡയമീറ്റർ ഇട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് സ്ട്രോക്ക് എന്ന് പറയും. പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ഒരു ആ ലീനിയർ ഡിസ്റ്റൻസിനാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്, ലെങ്ത് ഓഫ് സ്ട്രോക്ക്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നത്, അത് നമുക്ക് അത് നമുക്ക് ഡയറക്റ്റ് ഒരു ടാക്കോമീറ്റർ ഓഫ് സ്പീഡ് മെഷർ ചെയ്യുന്ന റൊട്ടേഷൻ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ടാക്കോമീറ്റർ എന്ന് പറയും. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ റൊട്ടേഷൻ സ്പീഡ് ഓരോ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അത് വെച്ച് നമുക്ക് തിയററ്റിക്കൽ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാം. ആക്ച്വൽ ഡിസ്ചാർജ് ഈ കളക്ടിംഗ് ടാങ്കിൽ വരുന്ന AX/T 10 സെൻറ്റിമീറ്റർ റൈസിനോട് ടൈം വെച്ചിട്ട് നോട്ട് ചെയ്യാം. ഇത്രയാണ് എക്സ്പീരിയൻസ് സൈഡിൽ പറയാനുള്ളത്. അപ്പോൾ റീഡിംഗ് എടുക്കേണ്ടതൊന്ന് ഓർത്ത് വെക്കുക. ഒന്ന് 10 സെൻറ്റിമീറ്റർ റൈസിന് വേണ്ട കളക്ടിംഗ് ടാങ്കിൽ വരുന്ന ടൈം നോട്ട് ചെയ്യണം, 10 സെൻറ്റിമീറ്റർ റൈസിന് വേണ്ട. അത് വെച്ച് നമുക്ക് ആക്ച്വൽ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഓരോ സെറ്റ് റീഡിങ്ങിലും വാക്യൂം ഗേജിൻ്റെ റീഡിംഗ് നോട്ട് ചെയ്യണം, പ്രഷർ ഗേജിൻ്റെ റീഡിംഗ് നോട്ട് ചെയ്യണം, പിന്നെ എനർജി മീറ്ററിൻ്റെ ഡയൽ N ടൈംസിന് റവല്യൂഷന് വേണ്ട ടൈം നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ എന്തും കൂടെ നോട്ട് ചെയ്യണം, ഓരോ പ്രാവശ്യവും ഇതിനുള്ള ടാക്കോമീറ്റർ വെച്ചിട്ട് സ്പീഡ് അത് നിങ്ങൾക്ക് ചെയ്ത് തരുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇവിടെ ടാക്കോമീറ്റർ ചേർത്ത് വെച്ചിട്ട് നമ്മൾ സ്പീഡ് മെഷർ ചെയ്യുക, അത് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇനി എക്സ്പെരിമെൻറ്റ് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, ഒന്ന് ഓണാക്കി നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയേണ്ട, എക്സ്പെരിമെൻറ്റ് നമ്മൾ പല സെറ്റിൽ വെച്ചിട്ടാണ് 6 റീഡിങ്ങുകൾ എടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുക ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് നമുക്കിപ്പോൾ ഇവിടുത്തെ സെറ്റപ്പ് പ്രകാരം നമുക്ക് മാക്സിമം നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഔട്ട്ലെറ്റ് വാൽവ് ഫുൾ ഓപ്പണിലായിരിക്കും. ഫുൾ ഓപ്പണിൽ വെച്ചിട്ട് വേണം റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. കാരണം ഇല്ലെങ്കിൽ പിസ്റ്റണിനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ സക്ക് ചെയ്തെടുക്കുന്ന പമ്പ് വെള്ളം പമ്പ് ചെയ്ത് പുറത്തോട്ടേക്ക് പോകാൻ പറ്റണം, ഇല്ലെങ്കിൽ മോട്ടറിൻ്റെ പിസ്റ്റണിനെ ആറേഞ്ചിനെ ബാധിക്കുന്നുണ്ട്. എപ്പോഴും ഫുൾ ഓപ്പൺ കണ്ടീഷൻ മാത്രമേ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. നേരെ വെച്ച് സെൻട്രിഫ്യൂഗൽ പമ്പ് വരുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റാണ്, അത് ആ സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഫുൾ ഓപ്പണിൽ വെക്കുക, എന്നിട്ട് നമ്മൾ മോട്ടർ ഓൺ ചെയ്യുക. അപ്പോൾ സ്വാഭാവിക സക്ക് ചെയ്തെടുക്കുന്ന വെള്ളം ഔട്ട്ലെറ്റിലൂടെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പ്രഷർ ഗേജിൽ ഒരു മാക്സിമം ഫസ്റ്റ് മിനിമം പ്രഷറാണ് കാണിക്കുക, കാരണം ഇത് ഫുൾ ഓപ്പൺ ആണ്. ഇനി ക്ലോസ് ചെയ്യുന്നതോറും ഇതിൻ്റെ പ്രഷർ കൂടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊരു ലിമിറ്റ് ഉണ്ട്, 2.3 ഒരു മാക്സിമം പ്രഷർ വരെ പോകാൻ പറ്റുന്ന. അതിനപ്പുറത്തേക്ക് 3 kg/cm² അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ അത് നോക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ റീഡിംഗ് വരത്തേക്ക് ചെയ്താണ് 6 സെറ്റ് റീഡിംഗ് നമ്മൾ പ്ലാൻ ചെയ്ത് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് മോട്ടർ ഓൺ ചെയ്യാം. അപ്പോൾ മോട്ടർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. ഇതിലെ കൂടെ സെക്ഷൻ നടക്കുന്നുണ്ട്. സെക്ഷൻ നടന്ന് ആ വെള്ളം നേരെ ഇതിലൂടെ ഡെലിവറിയായി ടാങ്കിലേക്ക്. ഇതിലിപ്പം വാക്യൂം ഗേജിൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഈ ഡയൽ നിൽക്കുന്ന ഔട്ടറിലുള്ള റീഡിംഗ് എത്രയാണോ അത് 140 ആണെങ്കിൽ 140 mm of HT, അതാണ് നിങ്ങളുടെ വാക്യൂം ഗേജ് റീഡിംഗ്. അതിന് HS ആണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യണം. അതിന് തിയറി എടുക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പുറത്ത് പ്രഷർ ഗേജ് റീഡിംഗ് ഏറ്റവും ലോ ആയിരിക്കും ഇപ്പോൾ ഉണ്ടാവുക. പമ്പ് ചെയ്ത് വരുന്ന വെള്ളം ലാസ്റ്റ് ഇവിടത്തേക്കാണ് എത്തുന്നത്, റീസർക്കുലേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇത് കളക്ടിംഗ് ടാങ്കാണ്. കളക്ടിംഗ് ടാങ്കിൻ്റെ വാൽവ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 10 സെൻറ്റിമീറ്റർ റൈസിലുള്ള ടൈം നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ഓൾറെഡി വാൽവ് ക്ലോസ്ഡ് ആണ്, അപ്പോൾ ഇവിടെ വാട്ടർ റൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് 10 സെൻറ്റിമീറ്റർ റൈസിൽ ടൈം നോട്ട് ചെയ്യാം. അപ്പോൾ ആക്ച്വൽ ഡിസ്ചാർജ് നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി വാക്യൂം ഗേജ് റീഡിംഗ് നോക്കി, പ്രഷർ ഗേജ് റീഡിംഗ് നോക്കി. ഇനി എനർജി മീറ്ററിൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം. ഈ റൊട്ടേറ്റ് ചെയ്യുന്നത് N ടൈംസിന് വേണ്ട ടൈമാണ് വേണ്ടത്. അപ്പോൾ ഇതിനൊരു കറുത്ത കളർ, ആ കറുത്ത കളർ ഇവിടുത്തെ കറുത്തതിന് മാച്ച്. ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് വരിക എന്ന് പറയുമ്പോൾ ആ കറുത്ത കളർ വീണ്ടും ഇവിടെ എത്തുമ്പോൾ ഒരു റവല്യൂഷൻ കംപ്ലീറ്റ് ആയി. അങ്ങനെയാണ് നമ്മൾ N3 അങ്ങോട്ട് എടുത്താൽ മതി. നിങ്ങൾക്ക് എത്രയാണ് താല്പര്യം അത് എടുക്കാം. 2 ആണെങ്കിൽ 2, ഓക്കെ. ഇപ്പോൾ 2 എടുത്താൽ മതി. വളരെ സ്ലോ ആയിട്ടാണെങ്കിൽ 2 എടുത്താൽ മതി. 2 ടൈംസ് റവല്യൂഷൻ വേണ്ടത്. അത് ഒരു പ്രാവശ്യം കൂടി അവിടെ എത്തുമ്പോൾ നമുക്ക് ക്ലിയർ ആവും, കാണാം. വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ആ കറുത്ത കളർ വീണ്ടും നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് അതേ പോസ്റ്റ്. ഇപ്പോൾ ഒരു റവല്യൂഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, അങ്ങനെ ഒരു റവല്യൂഷൻ കൂടെ വേണ്ട ടൈം സ്റ്റോപ്പ് വാച്ച് സിസ്റ്റം എടുക്കണം. പിന്നെ ഇപ്പം പ്രഷർ ഗേജ് റീഡിങ്ങിൽ നിങ്ങൾ നോക്കുക. പ്രഷർ ഗേജിൽ ഇപ്പോൾ ഏറ്റവും മിനിമം പ്രഷറാണ് ഉണ്ടാവുക, 0ലാണ് ഉള്ളത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പം ഡെലിവറി വാൽവ് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയതുകൊണ്ട് തന്നെ പ്രഷർ ഗേജിൽ പ്രശ്നം ഉണ്ടായി. നമ്മൾ ആ ഡെലിവറി വാൽവ് അടുത്ത സെറ്റ് റീഡിംഗ് എടുക്കുമ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഡെലിവറി വാൽവ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ പ്രഷർ ഗേജിൽ മാറ്റം വരും. ഇനി നമുക്ക് സ്പീഡ് എങ്ങനെയാണ് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. ഈ സാധനത്തിന് പേരാണ് ടാക്കോമീറ്റർ എന്ന് പറയുന്നത്. 2 തരത്തിലുണ്ടായാലും ടാക്കോമീറ്റർ, ഒന്ന് ലേസർ വെച്ചിട്ട് സെൻസ് ചെയ്തിട്ടുള്ളതുണ്ട്, അല്ലാണ്ട് ഇതിപ്പോൾ മെക്കാനിക്കലാണ്. ഡയറക്റ്റ് അവിടെ ടച്ച് ചെയ്ത് വെച്ചിട്ട് നമുക്ക് റീഡിംഗ് എടുക്കാൻ പറ്റും. അതെങ്ങനെ വെക്കുന്നതെന്ന് വീഡിയോയിൽ കാണാം. ആ ടാക്കോമീറ്ററിൻ്റെ സെൻറ്റർ ആ പമ്പിൻ്റെ റൊട്ടേറ്റിംഗ് ബാറിൻ്റെ സെൻറ്ററുമായിട്ട് അലൈൻ ചെയ്ത് വെക്കുമ്പോൾ അതിലൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ട്. ആ ഡിജിറ്റൽ ഡിസ്പ്ലേ ഇപ്പോൾ നിങ്ങൾക്ക് റീഡിംഗ് കാണാൻ പറ്റും. 948 949 എന്നൊക്കെ പറഞ്ഞ് റീഡിംഗ് കാണാൻ പറ്റും. ആ റീഡിംഗ് ഡയറക്റ്റ് അത് റവല്യൂഷൻ പെർ മിനിറ്റ് ആണ്, RPM എന്ന് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ടാക്കോമീറ്റർ വെച്ച് റീഡിംഗ് എടുക്കുന്നത്. ഓരോ സെറ്റ് റീഡിങ്ങിനും എടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് ടാക്കോമീറ്റർ വെച്ച് റീഡിംഗ് എടുക്കുന്നത്. ഇനി നിങ്ങൾ അടുത്ത സെറ്റ് റീഡിംഗ് ഇപ്പോൾ ഇത് ഫുൾ ഓപ്പണിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് സെറ്റ് എടുത്തത്. ഇനി അടുത്ത സെറ്റ് റീഡിങ്ങിന് വേണ്ടി എന്ത് ചെയ്യണം, ഈ വാൽവ് കുറച്ച് ക്ലോസ് ചെയ്യണം. ഇത് പ്രഷർ ഗേജിലൊരു 0.5 എത്തത്തക്ക രീതിയിലാണ് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുക. ക്ലോസ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ പ്രഷർ ഗേജിൽ ഡയൽ മാറും. അത് ഫ്ലോ റെസ്ട്രിക്റ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്, അത് പ്രഷറൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് താഴെ വരുന്ന ഭാഗത്ത് ആ പ്രഷർ വരും. ഓക്കെ, 1 അങ്ങനെ വെച്ചിട്ട് നമ്മളൊരു മാക്സിമം 3 വരെ 2.8 വരെയാണ് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ 6 സെറ്റ് റീഡിംഗ് കിട്ടത്തക്ക രീതിയിൽ പ്ലാൻ ചെയ്തോണം ഓരോ സെറ്റ് റീഡിംഗ്. അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിലുള്ള ഫ്ലോൻ്റെ ഡിസ്ചാർജ് കുറഞ്ഞിട്ടുണ്ടാകും. നേരത്തെ അത്ര ഫ്ലോ ഇപ്പോഴും ഉണ്ടാവില്ല. 0.8ലാണ്. അതിനകത്ത് വാക്യൂം ഗേജിലും റീഡിംഗ് മാറിയിട്ടുണ്ടാകും. ചെറിയ വേരിയസ് വാക്യൂം ഗേജിലുണ്ടാവും. ആ റീഡിംഗ് എടുക്കുക, ഒന്നുകൂടെ സ്പീഡ് നോട്ട് ചെയ്യുക. അതുപോലെ എനർജി മീറ്ററിൻ്റെ 2 റവല്യൂഷൻ വേണ്ട ടൈം നോക്കി. അത്രയാണ് എക്സ്പെരിമെൻ്റൽ പാർട്ടിലുള്ളത്. അപ്പോൾ നോട്ട് ചെയ്യേണ്ട റീഡിങ്സ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒന്ന് 10 സെൻറ്റിമീറ്റർ റൈസിന് വേണ്ട ടൈം നോട്ട് ചെയ്യാനുണ്ട്, വാക്യൂം ഗേജ് റീഡിംഗ് ഉണ്ട്, പ്രഷർ ഗേജ് റീഡിംഗ് ഉണ്ട്, പിന്നെ റവല്യൂഷന് വേണ്ട ഇതിൻ്റെ സ്പീഡ് നോട്ട് ചെയ്യണം ടാക്കോമീറ്റർ വെച്ചിട്ട്, പിന്നെ എനർജി മീറ്ററിൻ്റെ N ടൈംസ് റവല്യൂഷന് വേണ്ട ടൈം. അപ്പോൾ 1, 2, 3, 4, 5 റീഡിങ് ഓരോ സെറ്റിനും എടുക്കാൻ. ഇത്രയാണ് എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ളത്.